ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 150 ഗ്രാം ബീഫുണ്ട്. ഇത് പുഴുങ്ങി വേവിച്ചിരിക്കുകയാണ്. ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇത് മസാല ഉണ്ടാക്കാനുണ്ട്. മല്ലി, വേപ്പില, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് തരിയായി പൊടിച്ചതാണ്. ഉരുളക്കിഴങ്ങ് അത് മസാലയിലിട്ട് പൊടിച്ചിടണം. പിന്നെ വെളിച്ചെണ്ണ, ക്യാരറ്റ്, മുട്ട, ഒരു 3 മുട്ട ബീറ്റ് ചെയ്തെടുത്തതാണ്. സവാള, ഇത് എല്ലാം കൂടി സവാള ഇട്ട് വഴറ്റി ഈ മസാലകളെല്ലാം ചേർത്ത് വഴറ്റിങ് എടുത്ത ഒരു മസാലയാണിത്. ഈ മസാലയാണ് നമ്മളിപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പരുത്തി എണ്ണയിലിട്ട് പുറത്ത് നമുക്കെടുക്കാം. അതിന് ചട്ടി അടുപ്പിൽ വെച്ച് കത്തിക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഈ മസാലകളെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റി ശരിയാക്കി എടുത്ത് ഈ മസാല നമുക്ക് പരുത്തി എന്നിട്ട് വറുത്തെടുക്കാം. ഇറച്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് ഇതിൽ ചേർത്താലും മതി. അതേപോലെ തന്നെ കിഴങ്ങ് നമ്മൾ ഉടച്ച് ചേർത്താൽ മതി. റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ഇതേപോലെ പൊടിച്ച് എടുത്താൽ മതി ഇത് വറുക്കാനായിട്ട്. മുട്ടയ്ക്കകത്ത് മുക്കി നമ്മൾ റസ്കിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക. ഒരല്പം മൈദ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് തിരിയെടുക്കുക. ഇതേപോലെയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് പരത്തിയാൽ മതി. ഇടിയപ്പം ബീച്ചുന്ന ഒരു റൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് പരത്തിയാലും മതി. അങ്ങനെ ഇതേപോലെ എന്തെങ്കിലും സാധനം കൊണ്ട് പരത്തി ഇതേപോലെ വെട്ടിയെടുക്കുക. ഇതേപോലെ പരത്തി നമുക്ക് ഇതേപോലെ എടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് റസ്കിൻ്റെ പൊടിയിൽ മുക്കി ഈ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഏകദേശം ചൂടായി തുടങ്ങി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റും പരത്തി റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് റൊട്ടി പൊടിച്ചതാണ്, റൊട്ടി പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ പൊടി എടുത്ത് വയ്ക്കുക. ഇത് 3 മുട്ട നേരത്തെ ഞാൻ പറഞ്ഞു ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഒന്നെടുക്കുക. ഇതൊന്നെടുത്തിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കി റസ്കിൻ്റെ പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് എണ്ണ ചൂടായി കിടക്കണം, നമുക്ക് ഇതിലേക്ക് ഇടത്. ഇങ്ങനെ ഓരോന്നോരോന്ന് മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി വീണ്ടും വീണ്ടും എണ്ണയിലേക്ക് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ കറക്റ്റായിരിക്കണം. ഉപ്പ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇതിപ്പോൾ ബീഫിൽ മാത്രമല്ല, നമുക്ക് ചിക്കനിൽ ചെയ്യാം, വെജിറ്റബിളിൽ ചെയ്യാം, മട്ടനിൽ ചെയ്യുക, അങ്ങനെ എല്ലാത്തിലും ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇതിന് കൂടുതൽ പണിയൊന്നുമില്ല. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓരോന്നോരോന്ന് മറിച്ചിടണം. നല്ല ശരിക്കും ബ്രൗൺ കളർ, നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാര്യമായിട്ട് എണ്ണ കയറില്ല. ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് നമ്മൾ റൊട്ടിപ്പൊടിയിൽ മുക്കാനുള്ള ഇടുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ കവർ ചെയ്തേക്കുന്നത് കൊണ്ട് കൂടുതൽ എണ്ണ അതിനകത്ത് കയറാൻ സാധ്യതയില്ല. ഇത് മിക്ക ആൾക്കാരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കാൻ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർ ഇത് പരീക്ഷിച്ച് നോക്കും. റമദാൻ മാസത്തിലിപ്പോൾ നമുക്കിത് വൈകിട്ട് ചായക്ക് പോരണം കടിച്ച് ചായ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഏതാണ്ട് ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. കറക്റ്റായിട്ടായിട്ടുണ്ട്. ആ കട്ട്ലേറ്റിൻ്റെ കളറ് കാണാൻ നല്ല ഭംഗി.
ഇത് തന്നെ നമുക്ക് ഡിസൈനിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓർഡിനറി ആയിട്ട് സാധാരണ ചെയ്യുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് റൗണ്ടിൽ ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പല റൗണ്ടിലും ചെയ്യാൻ പറ്റും.